കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു തൻ്റെ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സംഭവമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. അവർ ആ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെട്ടവരായിരുന്നില്ല. അവരിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്നായിരുന്നു. യേശു കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതൊക്കെ അറിഞ്ഞ ശേഷം അന്ന് തന്നെ അവർ രണ്ടുപേരും യെരുശലേമിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള എമ്മാവോസ് എന്ന സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. യാത്രയിൽ അവർ വഴിയിൽ വെച്ച് ആ നാളുകളിൽ യെരുശലേമിൽ നടന്ന സംഗതികളെക്കുറിച്ചെല്ലാം പരസ്പരം സംസാരിച്ചും വാദിച്ചും തർക്കിച്ചും കൊണ്ടാണ് നടന്നത്. യേശു താനും അവരോടൊപ്പം ചേർന്ന് നടന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? ആരെക്കുറിച്ചാകുന്നു? എന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനോട് ചോദിക്കുകയാണ്, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഇതൊന്നും അറിയാതിരിക്കുന്നുവോ എന്ന്. അപ്പോൾ യേശു ചോദിച്ചു, ഏത് കാര്യം? അതിന് അവർ പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അവർ യേശുവിനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഈ കൂടെ നടക്കുന്നത് ഇവരോട് ചോദ്യം ചോദിച്ച വ്യക്തി ആരാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അവർ യേശുവിനെ പറ്റിയുള്ള കാര്യം യേശുവിനോട് തന്നെ പറയുകയാണ്. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. യേശു ഇത് കേട്ടിട്ട് അവരോട് പറയുകയാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരെ യേശുക്രിസ്തു എന്താണ് വിളിച്ചത്? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലയോ? തിരുവെഴുത്തുകൾ, നിങ്ങളുടെ തിരുവെഴുത്തുകളിൽ ആ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് യെരുശലേമിൽ സംഭവിച്ചത്. അവൻ കഷ്ടമനുഭവിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? എന്നിട്ട് മോശ തുടങ്ങി മറ്റ് പ്രവാചകന്മാരെല്ലാം യേശുവിനെ പറ്റി തിരുവെഴുത്തുകളിൽ പറഞ്ഞതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ, അതായത് എമ്മാവോസിനോട് അടുത്തപ്പോൾ, യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. യേശു അവരുടെ ഗസ്റ്റാണ്. അവരുടെ വീട്ടിലേക്ക് അവർ യേശുവിനെ ക്ഷണിച്ചു.
യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പക്ഷേ അവർ തടഞ്ഞു നിർത്തി. അവർ പറഞ്ഞു, നേരം വൈകി, ഇന്ന് ഇവിടെ പാർക്കുക. അത് യേശു അനുസരിച്ചു. യേശു അവരോടൊപ്പം ചെന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ വെച്ച ആ ഭക്ഷണം, ആ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. പെട്ടെന്ന് അവൻ അവർക്ക് അപ്രത്യക്ഷനായി. യേശു ഈ നുറുക്കിക്കൊടുത്ത ആ അപ്പം, അത് സ്നേഹത്തിൻ്റെ ഭക്ഷണമാണ്. തന്നെ അവർക്ക് കൊടുക്കുന്ന പോലെ ആ ഏകീഭാവം, ഭക്ഷണം എന്നത് ഒരുമിച്ച് കഴിക്കുമ്പോൾ, അത് നുറുക്കിക്കൊടുക്കുമ്പോൾ, അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. തന്നെ ഒരു ഗസ്റ്റായിട്ട് ചെന്നവൻ ആ ഭക്ഷണമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് അവരുടെ കണ്ണ് തുറന്നു. അവർക്ക് മനസ്സിലായി. യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശു അവിടെ നിന്നില്ല. യേശു അപ്രത്യക്ഷനായി. പെട്ടെന്ന് അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. യേശു അപ്രത്യക്ഷനായപ്പോഴാണ് അവർ നേരത്തെയുള്ള കാര്യം ഓർക്കുന്നത്. വഴിയിൽ വെച്ച് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്ന, തിരുവെഴുത്തുകളെല്ലാം തെളിയിച്ച് യേശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അവർ പറയുകയാണ്, യേശു ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. എമ്മാവോസിൽ വന്ന 2 ശിഷ്യന്മാർ പെട്ടെന്ന് തിരിച്ചുപോയി, യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. പത്രോസിന് പ്രത്യക്ഷനായ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആ 11 ശിഷ്യന്മാരും അവിടെ കൂടിയിരിക്കുമായിരുന്നു. അവരെ കണ്ടു. വഴിയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കയിൽ അവർക്ക് അറിയായി വന്നതും അവർ അവരോട് വിവരിച്ചു പറഞ്ഞു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ദൂതൻ പറഞ്ഞത് സ്ത്രീകൾ കേട്ടുകൊണ്ട് വന്ന് എല്ലാവരോടും പറഞ്ഞു. പിന്നെ പത്രോസിന് പ്രത്യക്ഷനായ കാര്യം പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ അവിടെ കൂടിയിരിക്കുവാണ്. അന്നേരം ഈ 2 ശിഷ്യന്മാർക്ക്, എമ്മാവോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇവരെല്ലാം ആകെ പരിഭ്രമിച്ച് അത്ഭുതത്തോടെ ആയിരിക്കുകയാണ്. യേശു പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള അവർ പുറമോട്ട് ചിന്തിക്കുകയാണ്. എന്തെല്ലാമാണ് യേശു പറഞ്ഞത്, എന്തെല്ലാമാണ് തങ്ങളെ പഠിപ്പിച്ചത്. തൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ ദൗത്യം, ആ ദൗത്യം എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തു കാണണം. അതെല്ലാം അവരോർക്കുകയാണ്. അവർ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ഈ അപ്പം നുറുക്കുക എന്നത്, ആ ഫെലോഷിപ്പ് മീൽ അവരത് ഭക്ഷിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകളെ തുറന്നു, അവരുടെ അന്തർനയനങ്ങൾ തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി അത് യേശുവാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി നൽകിയിരിക്കുകയാണ്. ആ തിരുശരീര രക്തങ്ങൾ, അതിൻ്റെ ഓർമ്മയ്ക്കായി നാം അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മിലേക്കും വരും. നമ്മിലേക്ക് വന്ന് ദൈവത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം, അവനോട് ഏകീഭവിക്കുവാൻ തക്കവണ്ണം അത് നമുക്ക് മുഖാന്തരമായി മാറും. കാരണം യേശു പറഞ്ഞതാണ്,
ഞാൻ മടങ്ങി വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീനെന്ന്. എത്രമാത്രം പ്രാധാന്യമാണ് നാം ഈ യൂക്കറിസ്റ്റ് എന്ന ആ ദിവ്യബലിക്ക് കൊടുക്കേണ്ടത്. അപ്പം നുറുക്കി പ്രാർത്ഥിച്ച് നാം ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ആ മരണ പുനരുത്ഥാനങ്ങളെയെല്ലാം ഓർത്ത് നാം അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനോട് നാം ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും, നാം കാണേണ്ടവനെ കാണും. ആരെങ്കിലും ലോകത്തിലെവിടെയെങ്കിലും ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാവുന്നതാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന ആ അപ്പവും വീഞ്ഞും പ്രാർത്ഥനയോടെ വാഴ്ത്തി നുറുക്കി ഭക്ഷിക്കുമ്പോൾ അതിൽ കൂടെ വ്യാപരിക്കുന്ന ആ ദൈവിക ശക്തി അത് നമ്മുടെ കണ്ണുകളെ തുറക്കും. യേശുവിനെ പറ്റി എന്തെല്ലാമാണോ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരുന്നത് അതെല്ലാം മനസ്സിലാക്കുവാൻ യേശു തന്നെ സാക്ഷാൽ ദൈവം. അവൻ സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ വന്നു. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രമാണ് സത്യദൈവം. അവൻ നമ്മുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. മാത്രവുമല്ല, അവനിതാ മടങ്ങി വരുന്നു. ഇനി സംഭവിക്കുവാനുള്ളത് അതാണ് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് താൻ തൻ്റെ തിരുവായും ഒഴിഞ്ഞ് പറഞ്ഞത്, ഞാനിതാ മടങ്ങി വരുന്നു. ആ മടങ്ങി വരവ് അതാണ് ഇനി സംഭവിക്കുവാനുള്ളത്. പ്രിയജനമേ, ഇതുപോലെ ആരാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ സത്യമായി നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ ഇനി കർത്താവിൻ്റെ മടങ്ങിവരവിനായി നോക്കി പാർത്തിരിക്കുന്ന ജനസമൂഹത്തോടൊപ്പം നിങ്ങൾക്കും ചേരണ്ടേ? ഈ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്കും വരണ്ടേ? ഉത്ഥിതനായ യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ക്ഷണിക്കാം. കം റിസൺ ലോർഡ് ആൻഡ് ഡെയിൻ ടു ബി അവർ ഗസ്റ്റ്. പ്രിയ യേശുവെ, അങ്ങ് നുറുക്കിത്തരുന്ന ആ അപ്പം, ആ ദിവ്യഭക്ഷണം, ആ ദിവ്യബലി, ദ ഹോളി യൂക്കറിസ്റ്റ്, അങ്ങയുടെ ശരീരം തന്നെ ഞങ്ങൾക്ക് പങ്കിട്ട് തരുന്ന മഹാസ്നേഹമാണല്ലോ. ഞങ്ങളുടെ അതിഥിയായി വന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന ആ മഹാസ്നേഹം, അവിടുത്തെ ശരീരമാകുന്ന അപ്പത്തിൻ്റെ അംശികളായി ഒരു കൂട്ടമായി എല്ലാ വിശുദ്ധന്മാരും എല്ലാ ദേശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടുന്ന ആ സഭ, അത് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തതാണ്. The gates of hell shall not prevail against it. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്. It is God's church. It is Jesus who builds his church. The gates of hell shall not prevail against it. പ്രിയ യേശുവേ, ഞങ്ങൾ അങ്ങയെ ഉൾക്കൊള്ളുന്നത് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുവാനിടയാകുമ്പോൾ അങ്ങ് തന്നെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും. നമുക്ക് പാടാം, കം റിസൺ ലോർഡ് ആൻഡ് ഡെയിൻ ടു ബി അവർ ഗസ്റ്റ്. Come, risen Lord, and deign to be our guest. Let us be thy guest, the feast is thine. Thyself on thine own born make manifest. In thine own sacrament
the man. Thou art the table blessing and was turned. This is my body, so thou givest yet. Faith still receives the cup from thy hand. One body we, one body who partake. One church united in communion blood. One name we bear, one bread of life we break. With all thy saints on earth and saints at rest. One with each other, Lord, for one